ത്വരീഖത്ത് എന്നാൽ മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫയെ നിന്നിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എളുപ്പമാർഗമാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് അറിയൂല. അതിനെ അപ്പുറത്തേക്ക് നിശ്ചയിക്കുന്നില്ല. ഇതൊന്നും അല്ലാതെ തന്നെ ഒരാൾക്ക് പിന്നെ ഷെയ്ഖിനെ സ്വർഗത്തിലെത്തിച്ചു അറിയൂല, എനിക്കറിയൂല. എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും മാറ്റിവെച്ച് നബിയാകുന്ന സിലബസിനെ, നബിയാകുന്ന പരിശുദ്ധമായ സിലബസ്, നബിയിലാണല്ലോ ഖുർആൻ സുന്നത്ത് തുടങ്ങിയത്, അത് നിന്നിൽ എത്തിക്കാനുള്ള മാനദണ്ഡം മാത്രമാണ് എനിക്ക് ത്വരീഖത്ത്. അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ അംഗീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ സന്നിവേശിപ്പിക്കാൻ, എളുപ്പത്തിൽ പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുക എന്നതിനാണ് ത്വരീഖത്ത് എന്ന് പറയുക. ത്വരീഖത്ത് അതിനപ്പുറത്തുള്ള ത്വരീഖത്ത് മുഴുവൻ ബാത്തിലാണ്. തിരിച്ചൊന്നും കൂടി പറയാം, നബിയെ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള രീതിയിൽ നമ്മെ പരിശീലിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഷെയ്ഖിനുള്ളത്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മേപ്പെട്ട് നോക്കി കുറേ രഹസ്യം പറയില്ല, അതിൻ്റെ ഒന്നും ആവശ്യം നോക്കില്ല. അടിസ്ഥാന മാനദണ്ഡം ആരാണ്? നബിയാണ്. ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക്. എൻ്റെ സമുദായത്തിന് ഒരു പ്രയാസമായി ഭവിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ മിസ്വാക്ക് നിർബന്ധമാക്കുമായിരുന്നു. 5 ശരി, നബി നിർബന്ധമാക്കിയില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്യണില്ല. ചെയ്തില്ലെങ്കിൽ നേട്ടം ആർക്ക് തന്നെയാ? നമുക്ക് തന്നെ. ഞാനൊരു കാര്യം നിർബന്ധമായി പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ അതേ സമയത്ത് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അത്ര വലിയ നേട്ടം നമുക്കതിൻ്റെ പിന്നിൽ ഉണ്ടത് കൊണ്ടാണ് നബി അങ്ങനെ പറഞ്ഞത്. എന്നാൽ നിർബന്ധമാക്കാത്തതോ പരലോകത്ത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും നബിയുടെ റഹ്മത്താണ്. നല്ലോണം ചിന്തിക്കണം, ചിന്തിക്കുക, നിങ്ങൾ വളരെ ചിന്തിക്കുക. അവർ ഷെയ്ഖിന്റെ മാർഗത്തെ നിർബന്ധമാണെന്ന് വെച്ചാൽ നിർബന്ധമാണെന്ന് വെച്ചാൽ നിർബന്ധമല്ല. ഷെയ്ഖിന്റെ മാർഗം നിർബന്ധമൊന്നുമല്ല. നൂറ് ശതമാനം സത്യം, 100% സത്യം. ബുദ്ധി വർക്കുകയാണെങ്കിൽ 100%. നിങ്ങളൊരു കാര്യം പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഒന്ന് വായ ശുദ്ധീകരിച്ച് പല്ല് തേച്ച് ഒരു മാലിന്യവും പല്ലിലില്ലാതെ വൃത്തിയാക്കി റാഹത്തായി നിങ്ങൾ സുഗന്ധം ഒക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു കാര്യം പഠിക്കാനിരിക്കുക, വളരെ ഫാസ്റ്റായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എന്തൊക്കെ അപ്പുറത്ത് ചില സത്യങ്ങളുണ്ട്. ഈ ലോകത്ത് ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ചിലപ്പോൾ ചില ഘടകങ്ങൾ നിങ്ങളെ പോസിറ്റീവിലേക്ക് നയിക്കും, ചില ഘടകങ്ങൾ നിങ്ങളെ നെഗറ്റീവിലേക്ക് നയിക്കും. അതിൻ്റെ അപ്പുറത്ത് ചില ശക്തികളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾപ്പെട്ട ചില കാര്യങ്ങളാണത്. എന്തിനും സ്വാധീനമുണ്ട്, എന്തിനുമുണ്ട്. ഇപ്പം നിങ്ങൾ പിന്നെ വ്യായാമം എടുക്കുകയാണ്. ഈ വ്യായാമം എടുക്കുമ്പോൾ നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നതിലൊരു സ്വാധീനമുണ്ട്. വളരെ ലൈറ്റായ സിമ്പിളായ കാര്യത്തിനായിരിക്കും തുടങ്ങുക. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, നമ്മൾ യാത്രയിൽ കാണും, രാവിലെ ഈ കെട്ടുപിടിക്കുന്നത്. ഞാൻ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ടത്. ഞങ്ങൾക്ക് അത് ആദ്യമായി ആ ഇരുത്തം കാണുന്ന ഒരു സംഘം പിന്നെ ആളുകൾ മെഡിറ്ററേനിയൻ സമുദ്രതീരത്ത് ഒരു അതിരാവിലെ, സൂര്യ ഉദിച്ചിട്ടെങ്കിലും പുറത്തു വന്നിട്ടില്ല. മെഡിറ്ററേനിയൻ സമുദ്രതീരം. ഞാൻ അതിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലിൽ താമസിക്കാൻ ഒരു 10 കൊല്ലം മുമ്പായിരിക്കും. അതിന് വല്ലാത്തൊരു അട്രാക്ഷൻ. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ ഇരുന്നു, വളരെ റിലാക്സായി അവർ ഇങ്ങനെ ഇരുന്നിട്ട് അവരെ മുട്ടിലേക്ക് അവർ കൈ വെച്ചു. എന്നിട്ട് അവർ തുടങ്ങി. അങ്ങനെ അവർ പിന്നെ ഒരുപാട് വ്യായാമങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു തുടക്കം ഉണ്ടെന്ന് അതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ഞാനത് നിങ്ങൾ ചെയ്യുന്നത് അറിയില്ല. അത് പോസിറ്റീവ് എനർജിയോ നെഗറ്റീവ് എനർജിയോ ഉൽപ്പാദിപ്പിക്കുന്ന എനിക്കറിയില്ല. എല്ലാം ചെയ്യരുത്, ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് പഠിച്ച് ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ട് ഏതൊന്നിൻ്റെ പിന്നിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നിങ്ങളെ അറിയുന്ന ഒരാൾക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയുണ്ട്. നിങ്ങൾ കാര്യം ചെയ്യുമ്പോൾ അത് ചില ആളുകൾക്ക് പോസിറ്റീവ്, ചില ആളുകൾക്ക് നെഗറ്റീവ് വരും.
അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചിലർക്കത് പോസിറ്റീവ് ആയിരിക്കും, ചിലർക്ക് അത് നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് നിങ്ങൾ ചെവി വെച്ചെന്നല്ലേ ഞാൻ പറയുള്ളൂ. അതിൻ്റെ അപ്പുറം ചില കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷെ അത് ചെവിയിൽ പറയാൻ പറ്റും, പൊതുസമസ്യയിൽ പറയാൻ പറ്റില്ല. അതായത് എന്തിനൊരു സ്വാധീനമുണ്ട്, എന്തിനുണ്ട് ആ സ്വാധീനം. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളെ അറിയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ നിങ്ങൾ അത് കൃത്യമായ ആ ആളുടെ ഡയറക്ഷനിൽ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വളരെ കൃത്യമായി എത്തിച്ചേരാൻ കഴിയും നിങ്ങൾ ലക്ഷ്യമാക്കുന്ന കാര്യത്തിലേക്ക്. ഇതിനാണ് തുര്യക്കത്ത് എന്ന് പറയുക. എന്താ തുര്യക്കത്ത്? നിർബന്ധമാണോ? ഒരിക്കൽ നിർബന്ധമല്ല. നിർബന്ധമാണെങ്കിൽ അള്ളാഹു റസൂൽ അങ്ങനെ കൃത്യമായി തുര്യക്കത്തോടെ കൽപ്പിക്കും. എന്നാൽ അവർ കൽപ്പിച്ചിട്ടില്ല എന്നതും ഒരു അടിസ്ഥാനപരമായ ഒരു പരീക്ഷണമാണ്. ഉദാഹരണം പറയാ, ഇഹ്സാൻ എന്നത് ഒരു അടിസ്ഥാന കാര്യമാണ് എന്ന് ഇസ്ലാമിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ മിസ്വാക്ക് പോലെ ജനങ്ങളെ നിർബന്ധമായി, അതായത് അവനവൻ്റെ ഉള്ളു നന്നാക്കിയെടുക്കണം, അവനവൻ്റെ ഉള്ളു നന്നാക്കിയെടുക്കലാണ് ഇഹ്സാൻ. അതിന് ശ്രമിക്കാത്ത ആളുകൾ അതിൻ്റെ പേരിൽ നരകത്തിൽ പോവും. ഏതുപോലെ മിസ്വാക്ക് നിർബന്ധമാക്കിയിരുന്നെങ്കിൽ മിസ്വാക്ക് ചെയ്യാത്തവർ എന്ത് ചെയ്യും? നരകത്തിൽ പോവും. അത് അള്ളാഹുവിന്റെ റസൂലിന് വിഷമാണ്. അള്ളാഹു അവരെ ശിക്ഷിച്ചേക്കാം. നബി നിർബന്ധമായൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ പേരിൽ ചിലപ്പോൾ അത് ചെയ്യാത്തവർക്ക് ശിക്ഷ വന്നേക്കാമല്ലോ. വരുമെന്ന് പറയല്ല, വരൂല എന്ന് പറയല്ല, വന്നേക്കാലോ. കാരണം നബിയല്ലേ കൽപ്പിച്ചു, നബി അള്ളാഹുവിന്റെ പ്രതിനിധിയല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരുനാഥൻ കൽപ്പിച്ച കാര്യത്തെ വിദ്യാർത്ഥി ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാലോ. ശിക്ഷിക്കില്ല എന്നറിയില്ല, ശിക്ഷിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടല്ലോ. മനസ്സിലാവുന്ന പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഈ മിസ്വാക്ക് നിങ്ങൾക്കൊരു മാനദണ്ഡം, ഒരു ഉദാഹരണത്തിന്റെ മാനദണ്ഡമാക്കി എടുക്കാം. ഇഹ്സാൻ എന്നാൽ നമ്മളെ ഉള്ളൊന്നാക്കി എടുക്കല, നമ്മൾ ഉള്ളു ശുദ്ധീകരിക്കല, അതാണ് ഇഹ്സാൻ. അതിന് അള്ളാഹു നിർബന്ധമാക്കിയാൽ അതിന്റെ പേരിൽ കോടാനക്കോടി ജനങ്ങൾ ശിക്ഷിക്കപ്പെടും. കാരണം ഒന്നും രണ്ടും കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുന്നതാണ്, മൂന്നാമത്തെ എളുപ്പത്തിൽ നടക്കൂല. അതിന് വല്ലാത്ത അധ്വാനം വേണം, ശ്രമകരമായ അധ്വാനം വേണം. പക്ഷെ അതുണ്ടായാലേ അവന്റെ മതം പൂർത്തിയാവുള്ളൂ. ഇഹ്സാൻ കൂടി ഉണ്ടായാലേ അവന്റെ മതം പൂർത്തിയാവുള്ളൂ. ഇഹ്സാൻ ഒരു പ്രശ്നമുണ്ട്. ഇഹ്സാൻ എന്നത് നിങ്ങൾക്ക് സ്വയം നേടിയെടുക്കാൻ കഴിയൂല, ഒരാൾ ഡയറക്ഷനിൽ നിർബന്ധം, ഒരിക്കൽ നിർബന്ധം. എന്തുകൊണ്ട്? നീ കാണുന്നതിന് അപ്പുറത്തല്ല. ഇപ്പൊ നിസ്കാരം നിനക്ക് കാണിക്കാൻ കഴിയും, ഇഹ്സാൻ എങ്ങനെ കാണിക്കാൻ കഴിയുക? ഇഹ്സാൻ എന്നാൽ നീ അള്ളാഹുവിനെ കാണുമ്പോൾ നീ ആരാധിക്കുക, ആരാധന കാണിക്കാൻ കഴിയും. അള്ളാഹുവിനെ കാണുമ്പോൾ ആരാധിക്കുന്നത് കാണിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചില ഡയറക്ഷൻസ് ഷെയ്ഖിന് തരാൻ കഴിയും. ആ ഡയറക്ഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നീ അത് കാണുകയും ചെയ്യും. നല്ലോണം ചിന്തിക്കണം. പക്ഷെ നമ്മൾ വിചാരിച്ച എല്ലാ കാര്യം ഈ 3 കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മളെ കയ്യിലുള്ള ദീൻ 2 കാര്യമാണ്. ദീൻ എന്നാൽ അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇതിൽ യാതൊരു സംശയവുമില്ല, ദീൻ 3 കാര്യമാണ്. അതാക്കും യുഅല്ലിമക്കും ദീനക്കും. ജിബ്രീൽ വന്നിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ച് ഉടനെ നബി ഉത്തരം പറയുമ്പോൾ ജിബ്രീൽ സദഖത, നിങ്ങൾ പറഞ്ഞത് ശരിയാന്ന് പറയാം. അപ്പോൾ പരിസരത്തിരിക്കുന്നവർ അത്ഭുതപ്പെടുക, എന്തുകൊണ്ട് ഒരാൾ വന്ന് ചോദ്യം ചോദിക്കും, എന്നിട്ട് നബി ഉത്തരം പറയുമ്പോൾ സ്വതക്കത്ത നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് റസൂലിനോട് പറയും. അപ്പൊ ഇയാൾ എന്തിനു വന്നതാ? ഈ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് ആ ആൾ പിന്നെ പോയി, പിന്നെ ഞങ്ങൾ ആളെ കണ്ടില്ല. അപ്പോൾ ഹബീബ നബി ചോദിച്ചു, ആരാണ് ഇപ്പൊ ഈ വന്നത് നിങ്ങൾക്കറിയുമോ? അല്ലാഹു റസൂലു, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ തഅജ്ജബ്ന, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഫഖാല ദാക ജിബ്രീൽ, അതേ ജിബ്രീലാണ്. അതാക്കും യുഅല്ലിമക്കും ദീനക്കും, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ദീൻ എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ ദീൻ എത്രയാണ്? 3 കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മളെ മുന്നിലുള്ളത് 2 കാര്യമാണ്. എന്താണ് നമ്മളുടെ കയ്യിലുള്ള ദീന്? 1 ഇസ്ലാം, 1 ഈമാന്. 1 ഇസ്ലാം. ഇസ്ലാം എന്നാൽ നമ്മളെ ബാഹ്യകർമ്മങ്ങൾ, ഈമാൻ എന്നാൽ ആന്തരവിശ്വാസങ്ങൾ.
ഈ ആന്തരവിശ്വാസങ്ങളും ഈ സ്ഥാപിക്കേണ്ടത് ഇഹ്സാൻ എന്ന ഭൂമികയിലാണ്. നമ്മൾ ഒരു സാധനം പിന്നെ ഒരു വിദേശത്ത് നിന്ന് ഒരു മെഷീൻ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ആ മെഷീൻ്റെ ഇരിപ്പിടം നിങ്ങൾ ആദ്യം ശരിയാക്കണം. ആദ്യം നിങ്ങളതിൻ്റെ ഇരിപ്പിടം ശരിയാക്കുക. അത് നിങ്ങൾ ശരിയാക്കണം. ആ ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ അതിന് കമ്പനി തരുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. 25 കൊല്ലം 50 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്യും. അതേ സമയത്ത് ഇരിപ്പിടം നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതെവിടെ കൊണ്ടുപോയിട്ടു നിങ്ങൾ വർക്ക് ചെയ്താൽ 2 കൊല്ലം കൊണ്ട് നാശാവും. ചിലപ്പോൾ 6 മാസം വർക്ക് ചെയ്യൂല. ഇസ്ലാമും ഈമാനെയും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൃദയത്തിൽ സ്ഥാപിക്കുന്ന ഇരിപ്പിടമാണ് ഇഹ്സാൻ. അത് ലാസ്റ്റ് ചെയ്യും. ഇഹ്സാൻ പറഞ്ഞാൽ നിങ്ങളുടെ കൽബിൻ്റെ ഉള്ളിലുള്ള അഖയാറുകൾ, മറ്റുള്ള സാധനങ്ങൾ, ആ മറ്റുള്ളവയെല്ലാം നീക്കിക്കളയലാണ് ഇഹ്സാൻ. അപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. ആരിലേക്ക്? അള്ളാഹുവിലേക്ക്. അതിനാണ് ഇഹ്സാൻ അറിയാം. ഒന്ന് നമ്മൾ ഇസ്ലാം ദീൻ എന്ന് മനസ്സിലാക്കുന്നത് എവിടെയോ കൊണ്ടുപോയിട്ട് മെഷീനാണ്. ഒരു മെഷീൻ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുമ്പോൾ അതിനെ എത്ര വട്ടം എഞ്ചിനീയർ വന്ന് പരിശോധിക്കണം. എന്തുകൊണ്ട്? ഒരൽപ്പം ആ ഭൂമിയിലെ ഏറ്റക്കുറച്ചിലുണ്ടായാലും അത് മെഷീന് മറിക്കും. തിരിഞ്ഞിട്ടില്ല. ഉദാഹരണം പറയാം. ഈ മേശ ഇവിടെ വെക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് നിലം ക്ലിയറാണ് നോക്കലാണ്. ഇല്ലെങ്കിൽ 3 കാലേ പതിയൂ, 4ാമത്തെ കാൽ പതിയൂല. അതിന് ഒരുപാട് ദോഷങ്ങളുണ്ടാവും. 1 4 കാലിലേക്ക് മനസ്സിലായില്ല, വികേന്ദ്രീകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ 3 കാല് ചെയ്യേണ്ടി വരും. അപ്പൊ അതിൻ്റെ അധ്വാനം കൂടും 3 കാലിന്. അതുകൊണ്ട് പെട്ടെന്ന് അത് ക്ഷയിക്കാൻ കാരണമാവും. 4ാമത്തെ കാലിനെ അധ്വാനിപ്പിക്കാതിരിക്കും. അപ്പോൾ അത് വെറുതെ ഇട്ടത് കൊണ്ട് അതിൻ്റെ ഒരു പൂതലിയത്ത് അതിന് വരാൻ വേറെയും കാരണമാവും. അപ്പൊ ആദ്യം ഈ കാലിൻ്റെ 4നും ആശാരി കാല് പടച്ചു വെക്കലല്ല, ഇതിൻ്റെ ഓരോ പൊസിഷൻ കൃത്യാക്കണം. ഒരൽപ്പം ഒരു കാലിൽ ഒരൽപ്പം എങ്കിലും ഒരൽപ്പം പോലും വ്യത്യാസം ഉണ്ടായാൽ ഇത് ഇളകി കളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ കാലിന് ശേഷം പിന്നെ എന്ത്? ഈ ഭൂമി, ഇവിടെ ഇത് വെച്ച ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ക്ലിയർ ആയാലേ ഇതിൻ്റെ ഉപകാരം നമുക്ക് ഒരുപാട് കാലം കിട്ടും. ഇല്ല, ഒരു അളക്കമല്ല. അപ്പോൾ 2 കാര്യം ക്ലിയർ ഉണ്ട്. 1 മേശ എന്നത് ആശാരി നല്ല ക്ലിയറുള്ള ആശാരിയാണ്. 1 2 നിലം വൃത്തിയാക്കിയവൻ ബോധമുള്ളവനാണ്. ചിലപ്പോൾ ബോധമില്ല എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഹാർഡ് ബോർഡിൻ്റെ സാധനങ്ങളോ മറ്റോ വെച്ചിട്ട് സ്റ്റാൻഡ് ക്ലിയർ ആക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഉപകാരം നമുക്ക് പൂർണ്ണമായി കിട്ടൂല. നമ്മൾ ഈ ഇസ്ലാമും ഈമാനും എവിടെയാണ് വെച്ച്? സ്റ്റാൻഡ് ഉണ്ടോ? ഇതാണ് കുട്ടി ത്വരീഖത്ത് എന്ന് പറയാം. ത്വരീഖത്ത് അറിയാം. അത്രയേ ഉള്ളൂ. അതാണ് ത്വരീഖത്ത്. ഇസ്ലാമിനെയും ഈമാനിനെയും കൊണ്ടുവെക്കാനുള്ള ഭൂമികയെ കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചാൽ മതി. നമ്മൾ ചില കമ്പനികളിലൊക്കെ നമ്മൾ ചില ആളുകളെയൊക്കെ കാണും. നമ്മൾ ആയുസ് തന്നെ പലപ്പോഴും അനുഭവം ഉണ്ടാവും. ഈ കമ്പനി മെഷീൻ സ്ഥാപിച്ചത് എത്രയായി? നമ്മളെ പഴയ മെഷീനാണ്. ഒരു പുതിയ മെഷീനിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാലും പഴയ മെഷീൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതെത്രയായി എന്ന് ഈ ബാല്യക്കാരനോട്, ഈ 10, 40, 45 വയസ്സുള്ള യുവാവിനോട്, യുവാവിനോട് ചോദിച്ചാൽ അയാൾ പറയും, ഇത് അച്ഛൻ്റെ കുട്ടിക്കാലത്ത് ജർമ്മനിയിൽ നിന്ന് ഇറക്കിയതാണ്, ഞങ്ങൾ പ്രസ് തുടങ്ങുമ്പോൾ കൊണ്ടുവന്നതാണ്. അന്ന് അതിന് 10 കൊല്ലത്തെ ഗ്യാരണ്ടിയിൽ അവർ അയച്ചെന്നാൽ ഇപ്പോൾ തന്നെ ഒരു 10-70 കൊല്ലം കഴിഞ്ഞു. ഒരു കേടുമില്ല, നല്ല സാധനം. മനസ്സിലായോ പറഞ്ഞത്? അപ്പം നമ്മൾ പിന്നെ ആ മെഷീൻ്റെ കമ്പനിയുടെ ഗുണങ്ങളൊക്കെ പറയും. ഈ ഗുണങ്ങളെക്കാളും പ്രധാനമാണ് എന്ത്? അതിൻ്റെ ഇരിപ്പിടം ശരിയാക്കി എന്നുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും നീട്ടും അതും ചെയ്യരുത്. ഒരു സാധനം അവിടുന്ന് വലിച്ചെടുത്താൽ, ഇപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നാളെ വേറൊരു ആവശ്യത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇതിൻ്റെ ലാസ്റ്റ് ചെയ്യാൻ പിന്നെ അത് കഴിയില്ല. ഇവിടെ തന്നെ വെക്കാം. അപ്പുറത്തേക്ക് വേറെ അവസാനമാണ്. നിങ്ങൾ ഈമാനി ഇസ്ലാം അതിൻ്റെ ഇരിപ്പിടമാണ് ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ നിനക്ക് സ്വയം ബുക്കെന്ന് കണ്ടെത്താൻ കഴിയില്ല. സ്വഹാബികൾക്ക് നബി പരിശീലിപ്പിച്ചു. താബിഈങ്ങൾക്ക് അവരെ മുന്നിലുള്ള ഗുരുക്കന്മാർ സ്വഹാബികൾ പരിശീലിപ്പിച്ചു. താബിഈങ്ങൾക്ക് ഇന്നലെ വരെ ഗുരുക്കന്മാർ പരിശീലിപ്പിക്കലാണത്.
ഇപ്പൊ കളരി എന്ന് പറഞ്ഞാൽ കളരിന്റെ ബുക്ക് വാങ്ങിയിട്ട് മേലക്കും താഴക്കും ചാടിയോണ്ട് കളരിക്കാരനോ? എൻ്റെ കാലൊടി നല്ലത് എന്തായിരിക്കാം? കളരി പരിശീലിപ്പിക്കാൻ ഗുരുക്കൾ വേണം. ആ ഗുരുക്കൾ എന്നെ പരിശീലിപ്പിക്കണം. നല്ല ഗുരുക്കളെ പിടിക്കണം. ഗുരുക്കളെ ദോഷം ഗുണവും നിനക്കുണ്ടാവും ചെയ്യും. അതും പറയാം. ഗുരുക്കൾ മോശപ്പെട്ട ഗുരുക്കളാണെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് കമ്മി ഉണ്ടാവും. ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് തന്നെ പറയണം. കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണ്ട. എനിക്ക് നൂണ് എന്ന് ശരിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് തന്നെ പറയണം എന്ന് മൊല്ലാക്കൊക്കെ നൂന് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഫലിതാണ്. നൂന് എന്ന് പറയാൻ കഴിയാത്തൊരു മൊല്ലാക്കുണ്ട്. അപ്പോൾ മൊല്ലാക്ക കുട്ടികളോട് എന്ത് പറഞ്ഞു? കുട്ടികൾ നൂന് എന്ന് മൊല്ലാക്ക പറഞ്ഞാൽ കുട്ടികൾ നൂണ് എന്ന് പറയുള്ളൂ. എന്നോട് മൊല്ലാക്ക പറയണത് എന്താ? നൂണെന്നാണ്. അപ്പോൾ മൊല്ലാക്ക എന്ത് പറഞ്ഞു കൊടുത്തു? ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് തന്നെ പറയണം. കാരണം എനിക്ക് ശരിക്കും നൂണ് എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് എന്ന് മൊല്ലാക്ക എന്ന് പറഞ്ഞു. മൊല്ലാക്കാന്റെ കമ്മി കുട്ടിക്കുണ്ടാവും, ഷെയ്ഖിന്റെ കമ്മി ബാക്കിയുള്ളവനുണ്ടാവും. അപ്പൊ ഈ നല്ല ആളെ പിടിക്കണം. എന്നാലും മാനദണ്ഡം മുഹമ്മദ് മുസ്തഫയാണ്. ഇനി അവിടെ ഒരു വിഷയം പറഞ്ഞുതരാം. ഏതൊരു ഗുരുവിനെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിലും ആ ഗുരുവിൽ നിങ്ങൾ നബിയെ കാണണം. അതായത് നബി കൽപ്പിച്ചതും പറഞ്ഞതുമായിരിക്കണം ഇയാൾ വഴി നിനക്ക് കിട്ടുന്നത്. പിന്നെ എന്തിനാ ഇവിടെ വന്നത്? മനസ്സിലായില്ല. നീ എന്ത് ചെയ്തു എന്നാൽ നീ PhD പഠിക്കാൻ വേണ്ടി, PhDക്ക് നിങ്ങൾ MPhil എഴുതാൻ വേണ്ടി നീ തീരുമാനിച്ചു. അതിന് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ നിശ്ചയിച്ച നിയമങ്ങൾ നീ പാലിച്ചു. നീ പാലിച്ചിട്ട് നീ ഒരു ഗുരുവിനെ തേടി. ഈ ഗുരുവിനെ നീ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ്. ഇത് പരമാവധി എളുപ്പത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തേക്ക് അയാൾ പോയാൽ നീ പരാജയപ്പെടും. അതായത് സർക്കാരിന്റെ നിബന്ധനകൾ കുട്ടിയിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു എളുപ്പത്തിൽ മാർഗമാണ് ആര്? ഗൈഡ്. ഇവിടെ അടിസ്ഥാന സിലബസ് മുഹമ്മദ് മുസ്തഫയാണ്. ഏതോ കാട്ടു പോയിരിക്കുന്ന ഷെയ്ഖിനെ തിരിച്ചു വന്നിട്ട് എല്ലാവരും കൂടി വളയലല്ല. അതല്ല തുരീഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിൽ സന്നിവേശിപ്പിക്കാൻ എളുപ്പത്തിൽ പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുക എന്നതിനാണ് തുരീഖത്ത് എന്ന് പറയുക. തുരീഖത്ത് അതിനപ്പുറത്തുള്ള തുരീഖത്ത് മുഴുവൻ പാത്തിലാണ്. തിരിച്ചൊന്നും കൂടി പറയാം. നബിയെ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള രീതിയിൽ നമ്മെ പരിശീലിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ഷെയ്ഖിനുള്ളത്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മേപ്പെട്ട് നോക്കി കുറേ രഹസ്യം പറയില്ല. അതിൻ്റെ ഒന്നും ആവശ്യം നോക്കില്ല. അടിസ്ഥാന മാനദണ്ഡം ആരാണ്? നബിയാണ്. ചില ആളുകൾ ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നതെങ്കിൽ കേരള സർക്കാർ 10ാം ക്ലാസ്സിലേക്ക് ഒരു സിലബസ് ഇറക്കിയിട്ടുണ്ട്. എങ്കിലും കുട്ടികൾക്ക് സിലബസ് കൊടുത്തുവിട്ടിട്ട് സർക്കാർ വെറുതെ ഇരിക്കില്ല. ആ സിലബസ് കുട്ടിയെ സന്വേഷിപ്പിക്കാൻ ഒരാളെ പറഞ്ഞേക്കും. ആളാണ് ടീച്ചർ. സിലബസ് സർക്കാർ ഇറക്കിയിട്ടും ഇവന്റെ മുന്നിൽ എന്തിനാ ഇരിക്കണം എന്ന് വെക്കുന്ന നമുക്കാണ് ത്വരീഖത്ത് നിഷേധിക്കുന്നവൻ. മനസ്സിലായില്ല? ഈ സിലബസ് ഇതാണ്. ഖുർആൻ ഹദീസ് സിലബസ്. ആ സിലബസ് നിന്റെ ഉള്ളിലെത്താൻ ഒരു ടീച്ചർ വേണം. അതാണ് ത്വരീഖത്തിന്റെ ഷെയ്ഖ്. ചില ആളുകൾ വരും, നമുക്ക് ഖുർആൻ സുന്നത്ത് പോരെ. അതെന്താണ്? നമുക്ക് സിലബസ് പോരെ. ഫിസിക്സും കെമിസ്ട്രിന്റെ ഒക്കെ ബുക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇവനാര് എന്ന് ചോദിക്കുമ്പോഴാണ്. ഇവനാരെന്ന് ചോദിച്ചാൽ അന്ന് അവനെ പുറത്താക്കും. പിന്നെ അവനെ പരീക്ഷ കൊടുക്കൂല. കാരണം സർക്കാർ എന്ന് പറഞ്ഞാൽ 2 കാര്യം സർക്കാർ. ഒന്ന്, സിലബസും തരും. ആ സിലബസ് നിന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കാനുള്ള ടീച്ചറും തരും. ആണോ അല്ലേ? പറയാ ആണോ അല്ലേ? സിലബസാണ് ഖുർആൻ സുന്നത്ത്. അത് നിന്നിൽ പ്രവേശിപ്പിക്കാനുള്ള ആളാണ് ആര്? ഷെയ്ഖ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഷെയ്ഖ് ആരാ? ഷെയ്ഖ് ഈ സിലബസ് നിന്റെ ഉള്ളിൽ എത്തിക്കാനുള്ള ആളാണ് ഷെയ്ഖ്. അല്ലാതെ കണ്ടം മുഴുവനും പറ്റില്ല നിന്നെ കൊണ്ട് കടിച്ചു തുപ്പിയിട്ട് കളകളാന്ന് പറഞ്ഞ വിടുക. അതിന് ത്വരീഖത്ത് അറിയില്ല. അതാണ് ഇപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ പല ത്വരീഖത്തും. ഒരു കൂടുന്നിടത്ത് കൂടൂല, ഒരു വേറിട്ടേക്കും. അവർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയും. അതൊന്നും അല്ല ത്വരീഖത്ത്. ത്വരീഖത്ത് എന്നാൽ മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫയെ നിന്നിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എളുപ്പമാർഗമാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് അറിയൂല. അതിനെ അപ്പുറത്തേക്ക് നിശ്ചയിക്കണില്ല. ഇതൊന്നും അല്ലാതെ തന്നെ ഒരാൾക്ക് പിന്നെ ഷെയ്ഖിനെ സ്വർഗത്തിൽ എത്തിച്ചു അറിയൂല. എനിക്കറിയൂല.
എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും മാറ്റിവെച്ച് നബിയാകുന്ന സിലബസിനെ, നബിയാകുന്ന പരിശുദ്ധമായ സിലബസ്, നബിയിലാണല്ലോ ഖുർആൻ സുന്നത്ത് തുടങ്ങിയത്, അത് നിന്നിൽ എത്തിക്കാനുള്ള മാനദണ്ഡം മാത്രമാണ് എനിക്ക് തുരിക്കത്ത്. അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ അംഗീകരിക്കില്ല. കാരണം അത് ആ പരിശീലകൻ നമുക്ക് എളുപ്പമാവും. നേരം വെളുത്ത് സുബഹി നിസ്കരിച്ചാൽ അവൻ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് നിർബന്ധമാണ്. അപ്പം എൻ്റെ മാർഗം പറയാം, ഞാൻ തിജാനി മാർഗക്കാരനാണ്. എനിക്ക് സുബഹി നിസ്കരിച്ചാൽ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലൽ നിർബന്ധമാണ്. ഇത് അള്ളാഹ് നിർബന്ധമാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇതിലൊന്നും ആകാത്ത കാലത്തോളം ഞാനിത് ചെയ്യൂല. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യൂല. സുബഹി നിസ്കരിച്ചാൽ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയും. അത് അടിസ്ഥാനം. പിന്നെന്തു പറയാം, ചിലപ്പോൾ പറയാതെ നിൽക്കാം. പക്ഷെ ഇത് പറയൽ നിർബന്ധമായിരിക്കും. എന്തുകൊണ്ട് നിർബന്ധമാണ്? ഞാൻ ചെയ്തിരിക്കും എന്ന് ഞാൻ കൈ കൊടുത്ത് നിർബന്ധം എന്ന് പറഞ്ഞ് നേർച്ചയാക്കിയതാണ്. ശരിയാ, ഒരു സുന്നത്തായ അമലിനെ നിർബന്ധിപ്പിക്കുക എന്ന നേർച്ച പോലെയാണ് ത്വരീഖത്തുകളെല്ലാം. നേർച്ച എനിക്ക് നിർബന്ധമില്ലല്ലോ, പക്ഷെ നേർച്ചയാക്കി കഴിഞ്ഞാൽ നിർബന്ധമായി. അപ്പം നമ്മളത് ചെയ്തിരിക്കും. ഇക്കൊല്ലം ഞാൻ ഉദ്ഹിയത്തിൽ കൂടലും കൂടാതിരിക്കലും എനിക്ക് പറ്റും, കൂടുകയും ചെയ്യാൻ കൂടാതിരിക്കും. അതേസമയം നേർച്ചയാക്കിയാൽ പിന്നെ അത് ഇൽത്തിസാമു ഖുർബത്തിൻ്റെ അന്തതഅയ്യൻ, നിർബന്ധമല്ലാത്ത ഒരു ആരാധനയെ നിർബന്ധമാക്കലാണ് നേർച്ച. സുബഹി നിസ്കരിച്ച 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം പറയും. നിർബന്ധമാണ്. ഞാൻ ഏറ്റലാണ് ചെയ്യുന്നത്. 2011 ഏറ്റലാണ്, ഇന്ന് വരെ നടന്നിട്ടുണ്ട്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെല്ലാൻ എനിക്ക് നിർബന്ധമാക്കിയിട്ടില്ല, പക്ഷെ ചെല്ലാൻ അല്ലാഹു പ്രേരിപ്പിച്ചിട്ടുണ്ട്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലുമുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഖൗലു സാബിത്ത് നിങ്ങൾക്ക് സ്ഥിരത നൽകും. അവരെ അല്ലാഹു സ്ഥിരപ്പെടുത്തും. ഏതാ ഖൗലു സാബിത്ത്? എന്നെന്നും നിലനിൽക്കുന്ന, എന്നെന്നും നിലനിൽക്കേണ്ട വചനം. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ. നല്ല വചനം ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. ഒരു വൃക്ഷം, അതിൻ്റെ വരുമാനം എന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ നിലമ്പൂർക്കാർക്ക് ഗൾഫ് ഇപ്പോഴും പ്രശ്നമില്ല. ഞങ്ങളുടെ അടിസ്ഥാനം റബ്ബറാണ്. ഗൾഫിൽ നിന്ന് ഞങ്ങൾ ജീവിച്ചു പമ്പിൻ്റെ സഹായത്താൽ. വല്ലാതെ കാറ്റടിക്കുന്നതിനുള്ളൂ പൊളിഞ്ഞാൽ, കാരണം വല്ലാതെ വേരുണ്ടാവില്ല. റബ്ബറിൻ്റെ മുരട്ട് കരിയില ഒന്നട നീക്കിയിട്ട് വളട്ടും, അടിയൊക്കെ കളക്കൂല. എന്തുകൊണ്ട്? അടിയിൽ മരടില്ല, വളരെ ചെറിയ മരടിയുള്ളൂ, വേരേ ഉള്ളൂ. അപ്പം നമ്മളെ അടിസ്ഥാനം അതാണ് റബ്ബർ. എന്തുകൊണ്ട്? എന്നാൽ അത് നമുക്ക് വരുമാനമാണ്. നേരം വെളുത്താൽ അതിലൊക്കെ മറ്റു പോയാണ്ട് ഒന്നുകൂടെ കുത്തിയാൽ പാല് വരും. അത് മതി, ജീവിക്കാനാ മതി. തൂത്തി മസലു കലിമത്തിൻ കശജറത്തിൻ ത്വയ്യിബ, മസലു കലിമത്തിൻ ത്വയ്യിബത്തിൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ ഫറൂഹാ ബിസ്സമാ. ഇതേതാ വാക്ക്? എല്ലാ തഫ്സീറും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരു വൃക്ഷം പോലെയാണ്. അത് നിനക്ക് സ്ഥിരത നൽകുന്ന വാക്കാണ്. ഖുർആനിൽ പലവട്ടം പറഞ്ഞല്ലോ. അതേതാണ് ആ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചൊല്ലൽ പടച്ചോൻ നിനക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതിൻ്റെ ഗുണത്തരയാണ്. എന്തേ നിർബന്ധമാക്കാഞ്ഞു? ഓരോ ദിവസം 100 വട്ടവും 50 വട്ടം ഇത് ചെല്ലാൻ നിർബന്ധമാക്കാഞ്ഞു. എന്ത്? അതിൻ്റെ പേരിൽ ഊർജി നിരക്കത്ത് കിടക്കണ്ട. പക്ഷെ ഇത് ചെയ്ത നിരക്കുള്ള നേട്ടത്രയാണ്. ഷുഗർ കംപ്ലൈൻ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കൊടുത്തു ഡോക്ടർ, മരുന്ന് കൊണ്ട് ഷുഗർ മാറുക എന്നുള്ളത് വളരെ റയർ കേസാണ്. വ്യായാമം വേണം. വ്യായാമം ഡോക്ടർ നിർബന്ധമായി പറഞ്ഞോ? ഡോക്ടർ പറഞ്ഞു എന്ത്? എന്താ 3 നേരം മരുന്ന് കുടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വ്യായാമം ചെയ്യണം. ഇല്ലേ, എൻ്റെ മരുന്ന് ഉടച്ചാൽ കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വ്യായാമം ചെയ്യും. വ്യായാമത്തിന് ഡോക്ടർ പറഞ്ഞില്ല, ഡോക്ടർ ഗുളിക കഴിച്ചു കൊടുത്തു. നമ്മളെ ഷുഗർ ഒരു കാലത്ത് മാറൂല. ശരിയാണോ? അല്ലേ? എന്നാൽ വ്യായാമം ഇവിടെ ഇന്ത്യൻ സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ടോ? ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വ്യായാമം ഉണ്ടാകുന്ന നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടോ? പറയാൻ മനുഷ്യന്മാര് ഇല്ല. പക്ഷെ ചെയ്ത അതിൻ്റെ കൂടെ നിനക്ക് തന്നെയാണ്. മരുന്ന് കൊണ്ട് ഒരിക്കലും ഷുഗർ മാറ്റാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. 2 കാര്യം നീ ചെയ്യണം. ഒന്നെ ഭക്ഷണം നിയന്ത്രിക്കുക, 2 വ്യായാമം ചെയ്യുക. പറഞ്ഞ് മനസ്സിലായോ? അത് നിർബന്ധമായി പറയുന്ന ഡോക്ടറെ രോഗിക്ക് അതിൻ്റെ കൃത്യമായ ഫലം കാണും. ഞാൻ മരുന്ന് കുറിച്ച് തരാം, പക്ഷെ നിബന്ധന ഉണ്ട്. എൻ്റെ മരുന്നാണ് കുടിക്കണമെങ്കിൽ വ്യായാമം ചെയ്തിരിക്കണം. ഇന്നാല് വലിയതൊന്നും വേണ്ട, ഒരു 1/2 മണിക്കൂർ രാവിലെ വൈകുന്നേരം ചെയ്തിരിക്കണം.
ഇല്ലേ, ഞാൻ മരുന്നാണ് വെച്ചതാ, ജീവിക്കോ. അപ്പോൾ ആ രോഗിയുടെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് മുഴുവനും മറ്റു രോഗികൾ എന്ത് പറയും? മൂപ്പരുടെ അങ്ങനെ എന്ത് കാര്യമല്ല, ഒരു ഭയങ്കര ചൂടിനാണ്, വ്യായാമം ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് കുടിച്ചാൽ മതി, മൂപ്പർക്ക് പൈസ ഇട്ടല്ല ആവശ്യം. പക്ഷേ എന്ന രോഗികൾ നന്നാണ്, നേക്കരായ നല്ലൊരു ആത്മാർത്ഥ മനുഷ്യനാണ്. അങ്ങനെ വന്നാൽ ചിലപ്പോൾ മരുന്ന് കുടി വരെ കുറഞ്ഞാലും നിനക്കൊന്നും പറ്റൂല. അതാണ് നല്ല ഡോക്ടർ. മറ്റേത് മരുന്ന് വിൽപ്പനക്കാരൻ്റെ ഏജന്റാണ് ഈ ഡോക്ടർ. മനസ്സിലായില്ല? വ്യായാമം നിന്നോട് നിർബന്ധിക്കാത്ത ഡോക്ടർ മരുന്ന് കമ്പനിയുടെ ഏജന്റാണ്. വ്യായാമം നിർബന്ധിച്ചിട്ട് മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയുന്ന ഡോക്ടർ നിന്നെ നന്നാക്കണം എന്നുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഡോക്ടറാണ്. രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 65% വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കണം. അപ്പൊ അതിന്റെ ഒരു പങ്ക് പറ്റിയ ഡോക്ടർക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകാണ്. എന്ത്? നമ്മുടെ രാജ്യത്തെ ഞാൻ നികുതി പണത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കി, വളരെ ചിന്തിക്കി പറഞ്ഞ എന്താണ് മനസ്സിലാക്കി. അപ്പൊ എന്നതുപോലെ നിർബന്ധമല്ലാത്ത നിർബന്ധാക്കുക, അപ്പൊ അതിന് ഫലമുണ്ട്. ഈ ഇസ്ലാമിന്റെ ഈമാന്റെയും ഗുളികയും തേപ്പ് മരുന്നും കുടിച്ചു, പക്ഷെ വ്യായാമം എടുത്തില്ല. വ്യായാമം നിർബന്ധമല്ലല്ലോ, എന്നും ഗുളി കൊടുക്കേണ്ടി വരും. എന്നെ തൊരിക്കത്ത്. പക്ഷെ ഇവിടെ ഈ മാനദണ്ഡം മുഹമ്മദ് മുസ്തഫ ഏതെൻ്റെ ഷെയ്ഖാണ്, ഏതോ ഒരു ഷെയ്ഖാണ്. ഇങ്ങനെ കാട്ടിൽ പോയി കുറേ കാലം കുത്തി ഇറങ്ങിയെന്നു എനിക്ക് മുന്നേ നടക്കണ്ട. ഷെയ്ഖ് മുഹമ്മദ് മുസ്തഫയാണ്. ആ മുഹമ്മദ് മുസ്തഫയെ നീ ഇയാളിൽ കാണണം. എങ്ങനെയാണ് നബിയെ മുഹമ്മദ് മുസ്തഫയെ ഒരാളിൽ കാണാൻ? ശരിയായിട്ട് നമുക്ക് ഉറപ്പിക്കാം. നല്ലോ നീ അതിനപ്പുറത്ത് നോക്കേണ്ടതില്ല. ഒരാളെ നമ്മൾ വിലയിരുത്താനുള്ള ശരിയായ മാനദണ്ഡം എന്താണ്? ശരിയാ, അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയില്ല. ശരിയത്തൊക്കെ പാലിച്ചാലും ഒരു കള്ളനെ കൂടെ ആകാം. പക്ഷെ ശരിയത്ത് പാലിക്കാത്തവൻ ഏതായാലും കള്ളനാണ്, അതുറപ്പാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ശരിയത്ത് പാലിക്കാത്തവൻ എന്തായാലും കള്ളനാണ്. ഇല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധി മറിയണം. നമുക്ക് എന്തുകൊണ്ട് ബുദ്ധി മറിഞ്ഞ ഒരാളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ബുദ്ധി മറിയില്ല. എങ്ങനെ? ഭ്രാന്തുകൊണ്ട് ബുദ്ധി മറിയും, അല്ലാതെ ബുദ്ധി മറിയും. അപ്പോൾ അയാൾക്ക് ശരിയത്ത് അയാൾ പാലിച്ചോളം. നമ്മുടെ പ്രത്യക്ഷത്തിൽ അയാൾ ശരിയത്ത് പാലിക്കുന്നത് നമ്മൾ കണ്ടോളുന്നില്ല. എന്തുകൊണ്ട്? മുക്കല്ലഫാവൂല. ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ ഒരാൾ മുക്കല്ലഫാവൂ. അള്ളാഹുവിന്റെ ഏൽപ്പിച്ച നിർബന്ധ ബാധ്യതകൾ ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ അയാൾ ആരാകണം? ബുദ്ധിയുള്ളവനായിരിക്കണം. ബുദ്ധി അവന്റെ കാരണത്താൽ ബുദ്ധി അവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ ഉത്തരവാദിയാവും. കള്ളുടിച്ചു, ബുദ്ധിയില്ല, എന്നാലും നിസ്കരിക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? മനസ്സിലായില്ലേ? സ്വയം അവനെ നഷ്ടപ്പെടുത്തിയതാണ്. ഒരാള് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വീണു. ഉദാഹരണം പറയാം. ഒരാൾ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് വീണു. എത്ര നൂറിന് സമയം പറയും? സ്പേസ് സ്റ്റേഷനിൽ അയാൾ ഉണ്ടായിരിക്കവേ അയാൾ വീണുപോയി. സ്പേസ് സ്റ്റേഷനിൽ നിന്ന് എന്തോ കാരണത്താൽ അയാൾ വീണു. എത്ര? 12. നിങ്ങൾ ഒരു തീരുമാനം പറയും. 35 കച്ചവടാക്കില്ലേ? 12:35. 12:35 100. 12:34 അയാൾ സ്പേസ് സ്റ്റേഷനിൽ വീണു. അസർ എത്രക്ക? 4 മണി. 4:01 അയാൾ ഭൂമിയിലെത്തിയത്. അപ്പോൾ അയാൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ ലോറൻസ്കരിക്കാത്തതിന് മേൽ കുറ്റക്കാരനാവും. ഇല്ല. എന്തുകൊണ്ട്? അവന് ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, മുക്കല്ലഫല്ല. അവൻ മനസ്സിലായി. എന്റെ പ്രധാനം പറയല്ല. സ്പേസ് സ്റ്റേഷനിൽ വീഴാണ്. 12:34 പുറപ്പെട്ടു. ബാങ്ക് കൊടുത്താലും നിർബന്ധമായി. ബാങ്ക് കൊടുത്തിട്ടില്ല, 1 മിനിറ്റ് മുമ്പ് വീണ്. മനസ്സിലായോ? അസർ കഴിഞ്ഞിട്ടോ ഭൂമിയിലെത്തിയപ്പോൾ എന്തുകൊണ്ട് മരിച്ചിട്ടുണ്ട്.
ഇനി കള വിട്ടാൻ വരുന്ന നേരല്ല, മരിച്ചുപോയി എങ്കിൽ ഈ വ്യക്തിക്ക് നാന്നത്തെ ലൂഹർ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്, ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. നിർബന്ധമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അവനത് ചെയ്യാവുന്ന സാഹചര്യമില്ല. ചില വ്യക്തികൾക്ക് അവരുടെ കാരണത്താൽ അല്ലാതെ അക്കൽ നീങ്ങിപ്പോവും. ചിലപ്പോൾ ഭ്രാന്ത്, ചിലപ്പോൾ ഭ്രാന്തും അല്ല, പല കാരണം ഉണ്ടാവും. അതെല്ലാം കൂടി ഇപ്പോൾ വിശദീകരിച്ച നേരില്ല. പക്ഷെ ഈ വ്യക്തികളെ നമുക്ക് അവരുടെ ചെയ്തികളെ അവലംബിക്കാൻ പറ്റില്ല, അവരെ നിന്ദിക്കാനും പാടില്ല, അവർ മാന്മാരായിരിക്കും. അപ്പൊ നിന്റെ അവരെ ബഹുമാനിക്കൽ നിർബന്ധം. ഒരു വലിയ ആളുകളായിരിക്കാം. ഉദാഹരണം പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരാൾക്ക് ഈ ലോകത്ത് കാണിച്ചു കൊടുത്ത് സങ്കല്പിക്കുക. അള്ളാഹുവിൻ്റെ പരലോകത്തെ അവൻ്റെ അടയാളങ്ങൾ ഇവിടെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം അവിടെ നമ്മൾ മുന്നിൽ കാണും. ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്, ബാത്തുൽ ഇൻസാനി ഫി ദുനിയ ലാഹിറു ഫിൽ ആഖിറ. യാ സുബ്ഹാനല്ലാഹ്, ചാടിപ്പോയതാ മനസ്സിന്. ബാത്തുൽ ഇൻസാനി ഫി ദുനിയ ബാത്തുൽ മർഇ ഫി ദുനിയ ലാഹിറു ഫിൽ ആഖിറ. ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ളതായിരിക്കും, ഉള്ളിലുള്ളത് പരലോകത്ത് പുറയിരിക്കും. തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ ഉള്ളിൽ ഇപ്പോൾ കാപട്യമുണ്ടെങ്കിൽ അതാർക്കും കാണാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ട്? അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. പക്ഷെ ലാഹിറു ഫിൽ ആഖിറ, പരലോകത്ത് പരസ്യരിക്കും. ഇപ്പൊ നിസ്കരിക്കണ കാണാൻ കഴിയും, നിഫാഖ് കാണാൻ കഴിയില്ല. പരലോകത്തോ നേരെ തിരിച്ച് നിഫാഖ് എല്ലാവർക്കും കാണാൻ കഴിയും. ലാഹിറുൽ മർഇ ഫി ദുനിയ ബാത്തുനുൽ മർഇ ഫി ദുനിയ ലാഹിറു ഫിൽ ആഖിറ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു മനുഷ്യന്റെ ഇവിടെ അവൻ ഉള്ളിൽ ഒളിപ്പിച്ച കാര്യം അവിടെ അതെന്തായിരിക്കും? പ്രത്യക്ഷമായിരിക്കും. അതാ ഇവിടുത്തെ പരോക്ഷം അവിടുത്തെ പ്രത്യക്ഷമായിരിക്കും. അപ്പൊ 50 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാളെ പറ്റി നമ്മൾ എന്താ അറിയോ, ഒനി മുനാഫിക്കാന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. മറ്റേ അവിടെ എന്തുകൊണ്ട് അതവന്റെ പുറത്തില്ല, പരലോകത്തോ അത് പുറത്താണ്. പരലോകത്ത് മുനാഫിക്ക് മനസ്സിലായില്ല, മുനാഫിക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ട് മുനാഫിക്ക് ഉണ്ടാവില്ല? ഉള്ളിലൊന്നും ഒളിപ്പിച്ചേക്കാൻ കഴിയൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, എന്തായി പറയണത്. ഇവിടെ ഷെയ്ഖ് നമ്മൾക്ക് ത്വരീഖത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളങ്ങോട്ട് നന്നാക്കി തരികയാണ്. അപ്പൊ അതിനു വേണ്ടി നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായി നീ ചെയ്യുമ്പോൾ, ആത്മാർത്ഥത ചെയ്യുമ്പോലെ ചെയ്യല്ല, ആക്ട് അല്ല. ചെയ്യുമ്പോലെ ചെയ്യുമ്പോൾ നിനക്കതിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ചെയ്യേണ്ട അമലുകൾ കൃത്യമായി, തിജാനിയത്തിന്റെ ഒരു സ്വഭാവം എന്തെന്നാൽ അത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ തറക്കി അബദിനുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ തടസ്സമുണ്ടായിരിക്കും. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഒരാൾ നടക്കാണ്. അയാൾ 10 കൊല്ലം നടന്നാൽ എവിടെത്തും? പക്ഷെ 10 കൊല്ലം അയാൾ ഇങ്ങനെ കാണിക്കണുള്ളൂ. അയാൾ അവിടുന്ന് പോകുന്നില്ല എങ്കിൽ എന്താണ്? അവന്റെ കാലിൽ നമ്മൾ കാണാത്ത ചെങ്ങലുണ്ടാവും. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്. ഈ ദിക്റൊക്കെ ചെല്ലിച്ച് മുന്നോട്ട് പോകാത്ത എന്തുകൊണ്ടാണ്? നിനക്ക് ചെങ്ങലുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സത്തെ കണ്ടെത്തി പൊട്ടിക്കണം. ഞാൻ ത്വരീഖത്ത് ഉത്തരവാദിയല്ല. എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഒരാള് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ 10 കൊല്ലം നടന്നാൽ പോകാൻ എവിടെ എത്തുന്നത്? അമേരിക്കയിൽ 4 വട്ടം പോയി വരാം. എത്ര സ്പീഡ് കുറച്ച് നടന്നാൽ തന്നെ, നല്ല സ്പീഡൊക്കെ കുറഞ്ഞ് നടന്നാൽ പോലും അമേരിക്കയിൽ ഒരു 4 വട്ടമെങ്കിലും പോയി വരാം. അങ്ങനെ ആക്കുമ്പോൾ നടന്നാൽ മതി. അതേ സമയത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ദിവസം 10,000 വട്ടാണ് സ്ഥലത്തിലുള്ളത്, പക്ഷെ എപ്പോഴും അവിടെ തന്നെയാണ്. എന്താ കാരണം? ചില കോഴികളുണ്ടല്ലോ തട്ടിപ്പാടി. എന്തുകൊണ്ട്? വല്യമ്മ പറയും കോഴിന്റെ കാൽമ മുടിയിക്കുക മാതിരി കാണൂല. എന്താണ് കോഴിക്ക് പറ്റിയെന്ന് ആരും കാണൂല. പക്ഷെ കോഴി തട്ടിപ്പറഞ്ഞ കോഴി അവിടുന്ന് പോണില്ല.
കാലുമ മുടി ചിക്കിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ കഴിയ എന്നാ എന്താണ് പോയി കൊച്ചു രാജോട്ട് കാണുന്നില്ല, എന്നാ മാറ്റമല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നമുക്ക് മുന്നോട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ അതിന് കാരണം ആരെന്നെയാണ്? നമ്മളൊക്കെ തടസ്സമാണ്. തടസ്സത്തെ നമ്മൾ കണ്ടെത്തണം. അതെവിടെയൊക്കെ തടസ്സം? എവിടെയും തടസ്സം വരാം. ഒന്നതിന്റെ ഭക്ഷണം തടസ്സമാണ്. ഭക്ഷണത്തിൽ ഹറാമില്ലെങ്കിൽ ദിക്റിൽ പരലോകത്ത് കൂലി കിട്ടിയേക്കാം, ദുനിയാവിൽ നിനക്ക് ഉയർച്ച ഉണ്ടാവില്ല. പരലോകത്ത് കൂലി കിട്ടിയേക്കാം, പക്ഷെ ദുനിയാവിൽ പുരോഗതി ഉണ്ടാവില്ല. ഭക്ഷണ ഉദാഹരണമാണ്. ഭക്ഷണ ഉദാഹരണം ഭക്ഷണം ഹറാമാതെ കഴിക്കാൻ പാടില്ല. ചിലപ്പോൾ ഹലാലും ഹറാമായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഞാനടക്കം ആരെ കുറ്റം പറയരുത്, ഞാനടക്കം